കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 95% കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അത് നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്? ഒന്ന്, ശരീരഭാരം, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് WHO നിഷ്കർഷിക്കുന്ന ലെവൽസ് തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊക്കം എത്ര സെൻറ്റിമീറ്റർ ഉണ്ടോ അതിൽ നിന്ന് ഒരു 100 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 160 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 60 കിലോ ആയിരിക്കും ഏതാണ്ട് ഐഡിയൽ ബോഡി വെയ്റ്റ്. ഓഫ് കോഴ്സ് അതൊരു സ്ട്രിക്ട്ലി കറക്റ്റ് ബോഡി മാസ് ഇൻഡെക്സ് ആയിരിക്കില്ല, എന്നാലും നമുക്ക് ഏതാണ്ട് ഒരു 60 കിലോ അടുപ്പിച്ചായിരിക്കണം അയാളുടെ ബോഡി വെയ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയത് നമുക്ക് ഈ ബോഡി വെയ്റ്റ് ഈ ബോഡി മാസ് ഇൻഡെക്സിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം, ശാരീരിക പ്രവർത്തനക്ഷമത അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റി. ശരിക്കും WHO പറയുന്നത് അനുസരിച്ച് 300 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി, അതായത് ഒരു ആഴ്ചയിൽ ഒരു 5 മണിക്കൂർ, അതായത് ദിവസം ഒരു 1/4 മണിക്കൂർ വെച്ച് നമ്മൾ നടക്കുകയോ ദ്രുതഗതിയിൽ നടക്കുകയോ അല്ലെങ്കിൽ ഒരു എയറോബിക് എക്സർസൈസ് ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ ആ ലെവൽസിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് ശ്രദ്ധിച്ച് നമുക്ക് വെയിറ്റ് നമ്മുടെ ആ പർട്ടിക്കുലർ ലെവൽസിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നജം, കാർബോഹൈഡ്രേറ്റ് ഒത്തിരി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതേപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും പ്രോട്ടീനും ഒത്തിരി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ശരിക്കും നമ്മുടെ ഡയറ്റിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഇപ്പോൾ ചോറാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പിസ്സ, ബർഗർ, പഫ്സ് മുതലായ ഏത് ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും എന്തായാലും കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിനെ പറ്റും പോലെ കുറച്ചിട്ട് നമ്മൾ പറ്റുന്ന പോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഒരു പരിധി വരെ മീനും ചിക്കനും ഒക്കെ കഴിക്കുക, അതിൽ പ്രോട്ടീനുണ്ട്. കാർബോഹൈഡ്രേറ്റ് പറ്റുന്ന പോലെ കുറയ്ക്കാൻ നോക്കുക. ഇത് കൂടാണ്ട് നാലാമത് നമ്മൾ ക്യാൻസർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹാബിറ്റ്സ് ആണ്, ശീലങ്ങളാണ്. അപ്പോൾ പുകയില പാടെ നിർത്തുക, മദ്യപാനം പറ്റുന്ന പോലെ കുറയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു പരിധി വരെ നമുക്ക് കുറച്ച് നിർത്താൻ കഴിയും. താങ്ക് യു.